ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മൾ പല ദിവസങ്ങളിലായി +1 അക്കൗണ്ടൻസി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് +1 അക്കൗണ്ടൻസിയിലെ ഓരോ ചാപ്റ്ററുകളിൽ നിന്ന് പല വർഷത്തെ പരീക്ഷകളിൽ ചോദിക്കപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ പരിചയപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ചാപ്റ്റേഴ്സ് 4 ചാപ്റ്റേഴ്സ് ഒന്നിച്ചാണ് നമ്മൾ ഡിസ്കഷന് വേണ്ടി എടുത്തിട്ടുള്ളത്. അഥവാ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന നമ്മുടെ സെക്കൻഡ് ഇയറിലെ ഓപ്ഷണൽ പേപ്പറുമായി ബന്ധപ്പെട്ട് 1ാം വർഷ അക്കൗണ്ടൻസിയിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങളാണ് ഈ ചാപ്റ്റർ നമ്പർ 12, 13, 14 ആൻഡ് 15. അതായത് ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം, സ്ട്രക്ചറിങ് ഡാറ്റാബേസ് ഫോർ അക്കൗണ്ടിങ്, അക്കൗണ്ടിങ് യൂസിങ് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇത്രയും ചാപ്റ്ററുകളാണ് ഈ 4 ഹെഡിലായിട്ട് ഉള്ളത്. ഈ 4 ചാപ്റ്ററിൽ നിന്നുമായിട്ട് അപ്പോൾ ഇതുവരെയുള്ള ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരേ ഏരിയ ആണ് ചോദ്യങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് കാണാൻ പറ്റും. തിയറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ സൈഡുമായി കണക്ട് ചെയ്ത് ധാരാളം ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള തരത്തിലുള്ള ഒരു ജനറൽ അവയർനെസ് ഉള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെയാണ് കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് ഉണ്ട്. കമ്പ്യൂട്ടർ എന്താണ്, കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ്, കഴിവുകൾ എന്തൊക്കെയാണ്, അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്താണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസും എന്തൊക്കെയാണ്, കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം DBMS എന്താണ്, അതുമായി ബന്ധപ്പെട്ട ചില ബേസിക് കാര്യങ്ങൾ. ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ പ്രധാനമായിട്ടും അവൈലബിൾ ആയിട്ടുള്ള ഒബ്ജക്ട്സ് ഏതൊക്കെയാണ് എന്നൊക്കെയാണ് സ്ഥിരമായി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നത്. ആദ്യം ചാപ്റ്റർ 12 നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. തുടർന്ന് മറ്റു ചാപ്റ്ററുകളിലെ ക്വസ്റ്റ്യൻസും നമ്മൾ പരിചയപ്പെടാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഈവൻ ദോ കമ്പ്യൂട്ടർ പോസസ് മെനി ക്യാപ്പബിലിറ്റീസ്, ഇറ്റ് സഫേഴ്സ് ഫ്രം എ നമ്പർ ഓഫ് ലിമിറ്റേഷൻസ്. മെൻഷൻ എനി 2 ലിമിറ്റേഷൻസ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. കമ്പ്യൂട്ടറിന് കുറേ കഴിവുകൾ ഉണ്ടെങ്കിലും അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഏതെങ്കിലും 2 ലിമിറ്റേഷൻ എഴുതാനാണ്. നമ്മൾ ബേസിക്കായിട്ട് നമുക്ക് ജനറലായിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണത്. അപ്പോൾ നമുക്കത് ലാക്ക് ഓഫ് കോമൺ സെൻസ്, ലാക്ക് ഓഫ് ഡിസിഷൻ മേക്കിംഗ് സ്കിൽസ്, നോ ഇൻ്റലിജൻസ്, കനോട്ട് മേക്ക് ജഡ്ജ്മെൻറ്റ് ബേസ്ഡ് ഓൺ ഫീലിങ്സ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ലിമിറ്റേഷൻസ് നമുക്കറിയാം. ഏതെങ്കിലും 2 ലിമിറ്റേഷൻസ് എഴുതാം. കമ്പ്യൂട്ടറിന് കോമൺ സെൻസ് ഇല്ല, അതുപോലെ കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ടുള്ള ബുദ്ധിയില്ല, IQ ഇല്ല, തീരുമാനങ്ങൾ സ്വന്തമായിട്ട് എടുക്കാനുള്ള കഴിവില്ല. ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ലിമിറ്റേഷൻസ് ആണ്, പരിമിതികളാണ്. ദെൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലിമെൻറ്റ് ഓഫ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എലിമെൻ്റ് അല്ലാത്തത് ഏതാണ്? ഇവിടെ IQ ഉണ്ട്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പീപ്പിൾ. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എലിമെൻറ്റ്സ് ആണ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പീപ്പിൾ, പ്രൊസീജിയർ, കണക്ടിവിറ്റി. അതൊക്കെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എലമെൻറ്റ്സ് ആണ്. എന്നാൽ IQ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എലിമെൻ്റ് അല്ല. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ IQ. ദെൻ ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. കീബോർഡ്, മൗസ്, MICR, പ്രിൻ്റർ. ഇവിടെ പ്രിൻ്ററാണ്. മറ്റു ആദ്യത്തെ 3 കീബോർഡ് ആണെങ്കിലും മൗസ് ആണെങ്കിലും MICR. ഇത് 3 ഇൻപുട്ട് ഡിവൈസാണ്. മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡറാണ് MICR. ഇത് ഇൻപുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇവിടെ ഓഡ് വൺ എന്ന് പറയുന്നത് പ്രിൻ്ററാണ്. പ്രിൻ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസാണ്. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ് വർക്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 ഫീച്ചറാണ് എഴുതാൻ പറഞ്ഞുള്ളത്. കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കുന്നത് കൊണ്ട് ഓൺലൈൻ ഇൻപുട്ട് ആൻഡ് സ്റ്റോറേജ് ഓഫ്
അക്കൗണ്ടിങ് ഡാറ്റ. നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ടിങ് ഡാറ്റാസ് സ്റ്റോർ ചെയ്യാനും ഇൻപുട്ട് ചെയ്യാനും കഴിയും. പ്രിൻ്റ് ഔട്ട് ഓഫ് പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഇൻവോയ്സ്, പർച്ചേസ് ബില്ല്, സെയിൽസ് ബില്ലൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, പ്രിൻ്റ് എടുക്കാൻ വളരെ എളുപ്പമാണ്. ദെൻ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട്സ് ഈസ് ഡൺ ഫ്രം ദ വെരി ബിഗിനിങ്. അതിൻ്റെ അക്കൗണ്ട് വർക്ക് ചെയ്യുന്ന ആ തുടക്കം മുതൽ തന്നെ നമുക്ക് ഈ ഗ്രൂപ്പിംഗ് ഓഫ് അക്കൗണ്ട് പോസിബിളാണ്. ദെൻ ഇൻസ്റ്റൻറ്റ് റിപ്പോർട്ട്സ് ഫോർ മാനേജ്മെൻറ്റ്, വളരെ പെട്ടെന്ന് തന്നെ എല്ലാ തരം അക്കൗണ്ട് റിപ്പോർട്ടുകളും നമുക്ക് പ്രിൻ്റ് എടുക്കാനും തയ്യാറാക്കാനും ഒക്കെ കഴിയും. എവരി അക്കൗണ്ട്സ് ആൻഡ് ട്രാൻസാക്ഷൻ ഈസ് അസൈൻഡ് എ യുണീക്ക് കോഡ്. കമ്പ്യൂട്ടറിൽ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ എല്ലാ ട്രാൻസാക്ഷനും പ്രത്യേകമായിട്ടുള്ള കോഡുകൾ അസൈൻ ചെയ്യപ്പെടും. ഓക്കെ, ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനാണ് ഫൈൻഡ് ദ ഓഡ് വൺ ആൻഡ് സ്റ്റേറ്റ് ദ റീസൺ. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? മൗസ്, മോണിറ്റർ, കീബോർഡ്, പെൻ ഡ്രൈവ്. ഇതിൽ മോണിറ്ററാണ് ആൻസർ. മൗസും കീബോർഡും ഇൻപുട്ട് ഡിവൈസാണ്. പെൻ ഡ്രൈവ് ഒരു സ്റ്റോറേജ് ഡിവൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ പെൻ ഡ്രൈവ് എന്ന് എഴുതിയാലും ആ വർഷത്തെ എക്സാമിനേഷനിൽ മാർക്ക് കൊടുത്തിരുന്നു. കാരണം പെൻ ഡ്രൈവ് എന്ന് പറയുന്നത് സ്റ്റോറേജ് ഡിവൈസാണ്, മറ്റുള്ളത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആപ്റ്റ് ആൻസർ മോണിറ്റർ, അതല്ലെങ്കിൽ പെൻ ഡ്രൈവ് നമുക്കിതിൽ ഒറ്റപ്പെട്ടതാണ് എന്ന് പറയാൻ കഴിയും. ഓക്കെ, റൈറ്റ് ദ നെയിം ഓഫ് ദ കറക്റ്റ് കമ്പ്യൂട്ടർ കമ്പോണൻസ് ഇൻ ദ ഗിവൺ ബോക്സ്. ഈ ഒരു ഡയഗ്രാം നമ്മുടെ SCERT ബുക്കിലുള്ള സെയിം ഡയഗ്രാമാണ്. ഇതിൽ ഈ വിട്ടുപോയ ഭാഗങ്ങൾ A, B, C, D, അവിടെ എന്താണ് എഴുതേണ്ടത്? ഇവിടെ A ഇൻപുട്ടാണ്, B ഔട്ട്പുട്ടാണ്, C മെമ്മറി യൂണിറ്റാണ്, D കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ, ഇൻപുട്ട്, ഔട്ട്പുട്ട്, മെമ്മറി യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, ദെൻ എക്സ്പ്ലെയിൻ ബ്രീഫ്ലി അബൌട്ട് അക്കൗണ്ടിങ് റിപ്പോർട്ട്സ്. അക്കൗണ്ടിങ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫിസിക്കൽ ഫോം ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. അക്കൗണ്ടിങ് റിപ്പോർട്ട്സ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഇൻഫോർമേഷൻ. ദെൻ വാട്ട് ഈസ് CPU? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്താണ്? അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് ജനറലായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഇറ്റ് ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് കൺസിഡേർഡ് ആസ് ദ ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ. ഇറ്റ് കൺട്രോൾസ് ദ ഫ്ലോ ഓഫ് ഡാറ്റ. ഇറ്റ് ഹാസ് 3 മെയിൻ യൂണിറ്റ്സ്: അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ് ആൻഡ് കൺട്രോൾ യൂണിറ്റ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇൻപുട്ട് ഡിവൈസ്? താഴെ പറഞ്ഞുള്ളത് ഇൻപുട്ട് ഡിവൈസ് അല്ലാത്തത് ഏതാണ്? ഡിജിറ്റൽ ക്യാമറ, ലേസർ പ്രിൻ്റർ, ബാർകോഡ് റീഡർ, ട്രാക്ക് ബോൾ. ഇതിൽ ഒരു ഐറ്റം ഔട്ട്പുട്ട് ഡിവൈസാണ്, അഥവാ പ്രിൻ്റർ ഔട്ട്പുട്ട് ഡിവൈസാണ്. അപ്പോൾ ഇവിടെ ആൻസർ ലേസർ പ്രിൻ്റർ. ഡിജിറ്റൽ ക്യാമറയും ബാർകോഡ് റീഡറും ട്രാക്ക് ബോളും ഇൻപുട്ട് ഡിവൈസാണ്. ലേസർ പ്രിൻ്റർ ഔട്ട്പുട്ട് ഡിവൈസാണ്. ദെൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻപുട്ട് ഡിവൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. താഴെ തന്നുള്ളത് ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസുമായിട്ട് തരംതിരിക്കാനാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കോളം കൊടുത്തിട്ട് അതിൽ ഇൻപുട്ട് ഡിവൈസ് എന്ന് എഴുതുക, അതിൻ്റെ കീഴിൽ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പ്രത്യേകമായിട്ട് എഴുതുക. അതുപോലെ അടുത്തൊരു കോളത്തിൽ ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് എഴുതുക, അതിൽ ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ പേര് എഴുതുക. കീബോർഡ് ഇൻപുട്ടാണ്, പ്രിൻ്റർ ഔട്ട്പുട്ടാണ്, മൗസ് ഇൻപുട്ട് ഡിവൈസാണ്, മോണിറ്റർ ഔട്ട്പുട്ട് ഡിവൈസാണ്. ഓക്കെ, ദെൻ ഫൈൻഡ് ദ പെയർ വിച്ച് ഈസ് നോട്ട് മാച്ച്ഡ്. മാച്ച് ചെയ്യാത്ത പെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇത് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കാനുള്ള സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. കീബോർഡ്, മൗസ്, ഇത് രണ്ടും ഇൻപുട്ട് ഡിവൈസുകളാണ്. സ്കാനർ ഔട്ട്പുട്ട് ഡിവൈസ്. സ്കാനർ ഇൻപുട്ട് ഡിവൈസാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ മാച്ച് ചെയ്യാത്ത പെയർ എന്ന് പറഞ്ഞാൽ ഇതാണ്. സ്കാനറും ഔട്ട്പുട്ട് ഡിവൈസും മാച്ച് ചെയ്യുന്നില്ല. സ്കാനർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻപുട്ട് ഡിവൈസ് ആണെങ്കിൽ മാച്ച്ഡ് ആവുമായിരുന്നു. ഓക്കെ, ദെൻ മൈക്രോവേവ് ട്രാൻസ്മിഷൻ, സാറ്റലൈറ്റ് ലിങ്ക്. അപ്പോൾ 1, 2, 3 ഇത് മൂന്നും മാച്ച്ഡ് ആണ്. അതേസമയം C മാച്ച്ഡ് അല്ല. അതുകൊണ്ട് ആൻസർ C ആണ്. Then arrange the following items given in the brackets into the order of occurrence in transaction processing cycle. ഒരു TPS ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സൈക്കിളിൽ ഈ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഈ കാര്യങ്ങളെ ഏത് ഓർഡറിൽ വരും എന്ന് കറക്റ്റായി എഴുതാനാണ്. അപ്പോൾ ആദ്യം ഡാറ്റ എൻട്രി ആണ്, രണ്ടാമതായിട്ട് അതിനെ വാലിഡേഷനാണ്, മൂന്നാമതായിട്ട് ആ ഡാറ്റയെ പ്രോസസ്സിംഗ് ആണ്, നാലാമതായിട്ട് സ്റ്റോറേജ് ആണ്. ഇതാണ് അതിൻ്റെ ഓർഡർ. ഓക്കെ, ദെൻ വിച്ച് among the following is not
ട്രൂ അബൌട്ട് കമ്പ്യൂട്ടേഴ്സ്? ഒരു കമ്പ്യൂട്ടറിനെ കുറിച്ച് ഈ താഴെ പറഞ്ഞിട്ടുള്ളതിൽ ശരിയല്ലാത്തത് ഏതാണ്? കമ്പ്യൂട്ടേഴ്സ് ഹാവ് നോ കോമൺ സെൻസ്. അത് ട്രൂ ആണ്. കമ്പ്യൂട്ടേഴ്സ് കനോട്ട് ടേക്ക് എ ഡിസിഷൻ ഓൺ ദെയർ ഓൺ. അതും ട്രൂ ആണ്. കമ്പ്യൂട്ടേഴ്സ് ഹാവ് സീറോ IQ. കമ്പ്യൂട്ടറിന് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് കോഷ്യൻ 0 ആണ്. അതും കറക്റ്റാണ്. കമ്പ്യൂട്ടേഴ്സ് ഹാവ് നോ സ്റ്റോറേജ് കപ്പാസിറ്റി. കമ്പ്യൂട്ടറിന് സ്റ്റോറേജ് കപ്പാസിറ്റി ഇല്ല. ഇത് ഫാൾസ് ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതേണ്ടത് കമ്പ്യൂട്ടേഴ്സ് ഹാവ് നോ സ്റ്റോറേജ് കപ്പാസിറ്റി. ദെൻ ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. നമ്മൾ നേരത്തെ കണ്ട പോലെയുള്ള ക്വസ്റ്റ്യൻ. ഒപ്റ്റിക്കൽ പെൻ ഇൻപുട്ട് ഡിവൈസാണ്. VDU ഔട്ട്പുട്ട് ഡിവൈസാണ്, വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. പ്രിൻ്റർ ഔട്ട്പുട്ട് ഡിവൈസാണ്. സ്മാർട്ട് കാർഡ് റീഡർ ഇൻപുട്ട് ഡിവൈസാണ്. ദെൻ ഫൈൻഡ് ഔട്ട് ദ ഓഡ് മാൻ ഔട്ട്. MICR, OCR, ഒപ്റ്റിക്കൽ സ്കാനർ, ഇത് മൂന്നും ഇൻപുട്ട് ഡിവൈസുകളാണ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഔട്ട്പുട്ട് ഡിവൈസാണ്. ദെൻ സ്റ്റേറ്റ് എനി 4 എലമെൻറ്റ്സ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. ഏതെങ്കിലും 4 എലമെൻറ്റ്സ്, കമ്പ്യൂട്ടറിൻ്റെ 4 ഘടകങ്ങൾ ഏതെങ്കിലും എഴുതാനാണ്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, പീപ്പിൾ, പ്രൊസീജിയർ, ഡാറ്റ, കണക്ടിവിറ്റി. ഇതാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ എലിമെൻറ്റ്സ്. അപ്പോൾ ഏതെങ്കിലും എഴുതി വെക്കുക. ഓക്കെ. മെൻഷൻ എനി 2 ക്യാപ്പബിലിറ്റീസ് ഓഫ് കമ്പ്യൂട്ടർ ഓവർ ഹ്യൂമൻ ബീയിങ്. അല്ലേ? കമ്പ്യൂട്ടറിൻ്റെ കഴിവുകൾ, ഹ്യൂമൻ ബീയിങ്ങിനെ, മനുഷ്യനെ അപേക്ഷിച്ച് കമ്പ്യൂട്ടറിനുള്ള കഴിവുകൾ എന്തൊക്കെയാണെന്ന് എഴുതാനാണ്. നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ്. ഹൈ സ്പീഡ്, അക്യൂറസി, വെർസാറ്റിലിറ്റി, ലാർജ് വോളിയം ഓഫ് ഡാറ്റ ക്യാൻ ബി സ്റ്റോർഡ്, റിലയബിലിറ്റി, എറ്റ്സെട്ര. ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ 13 എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ലിസ്റ്റ് ഔട്ട് എനി 4 അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ഏതെങ്കിലും 4 അഡ്വാൻറ്റേജസ് എഴുതാം. അപ്പോൾ നമുക്കിതിൽ കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും മിക്സ് ചെയ്ത് നമുക്ക് അറിയാവുന്ന രീതിയിൽ എഴുതി വെക്കാം. സ്പീഡ്, അക്യൂറസി, റിലയബിലിറ്റി, അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ, ഇതെല്ലാം കമ്പ്യൂട്ടറിൻ്റെ അഡ്വാൻറ്റേജസ് തന്നെയാണ്. ദെൻ റിയൽ ടൈം യൂസർ ഇൻ്റർഫേസ്, ഓട്ടോമേറ്റഡ് ഡോക്യുമെൻറ്റ് പ്രൊഡക്ഷൻ, സ്കാലബിലിറ്റി, ലെജിബിലിറ്റി, എഫിഷ്യൻസി, ക്വാളിറ്റി റിപ്പോർട്ട്, MIS റിപ്പോർട്ട്, സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ, മോട്ടിവേഷൻ ആൻഡ് എംപ്ലോയി ഇൻട്രസ്റ്റ്, എറ്റ്സെട്ര. ഇങ്ങനെ എത്ര അഡ്വാൻറ്റേജസ് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമുക്ക് സ്പീഡ്, അക്യൂറസി, റിലയബിലിറ്റി എന്നൊക്കെ എഴുതിയാൽ തന്നെ അതിൻ്റെ മാർക്ക് കിട്ടും. ഓക്കെ. ദെൻ മാച്ച് ദ കോളം A വിത്ത് കോളം B. നമ്മൾ ചേരുംപടി ചേർക്കുക എന്ന കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺവേർട്ട് ഡാറ്റ ഇൻറ്റു ഇൻഫോർമേഷൻ ആണ്. ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ഡാറ്റ ഇൻറ്റു ഇൻഫോർമേഷൻ. അപ്പോൾ അത് നേരെ എഴുതുക. ദെൻ ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഡാറ്റ സ്റ്റോറേജ് സിസ്റ്റമാണ്. നമ്മളൊരു കമ്പ്യൂട്ടറിൽ ഒരു ഡാറ്റ അപ്ലോഡ് ചെയ്യുന്നത് നമ്മൾ കാണുന്ന സ്ക്രീനിലൂടെയാണ്. അതാണ് ഫ്രണ്ട് എൻഡ് ഇൻ്റർഫേസ്. ഓക്കെ. അപ്പോൾ അത് ഡാറ്റ സ്റ്റോറേജ് സിസ്റ്റം. ദെൻ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് ഫൈനൽ ഔട്ട്പുട്ടാണ്. ബാക്ക് എൻഡ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് ബിറ്റ്വീൻ യൂസർ ആൻഡ് സോഫ്റ്റ്വെയർ ആണ്. ദെൻ ഐഡൻറ്റിഫൈ ദ ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ഫ്രം ദ ഫോളോയിങ്. ഈ താഴെ തന്നുള്ള 4 ഐറ്റത്തിൽ നിന്ന് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ ലിമിറ്റേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഡിസ്റപ്ഷൻ, ഇത് ലിമിറ്റേഷനാണ്. അതുപോലെ സ്കാലബിലിറ്റി എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജ് ആണ്. സ്റ്റാഫ് ഒപ്പോസിഷൻ ലിമിറ്റേഷനാണ്. ലെജിബിലിറ്റി അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ 2 ലിമിറ്റേഷനാണുള്ളത്. ഡിസ്റപ്ഷൻസ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, പുതിയ കാര്യങ്ങൾ വരുന്നതോടുകൂടി നമുക്ക് നമ്മുടെ സ്ഥാപനത്തിൽ കമ്പ്യൂട്ടറിൽ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യമാണ് സ്റ്റാഫ് ഒപ്പോസിഷൻ, തൊഴിലാളികളിൽ നിന്നുള്ള, എംപ്ലോയീസിൽ നിന്നുള്ള എതിർപ്പ്. അപ്പോൾ ഈ 2 സംഭവങ്ങളാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ഓക്കെ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് റെഡി ടു യൂസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ 3 രീതിയിലാണുള്ളത്. 1 റെഡി ടു യൂസ്, 2 കസ്റ്റമൈസ്ഡ്, 3 ടൈലേഡ്. പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ റെഡി ടു യൂസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ റെഡി ആയിട്ട് വാങ്ങാൻ കിട്ടുന്ന സോഫ്റ്റ്വെയർ ആണ്. ടാലിയൊക്കെ അതിന് എക്സാമ്പിളാണ്. അപ്പോൾ അതിൽ റെഡി ടു യൂസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ ഫീച്ചർ അല്ലാത്തത് എഴുതാനാണ് പറഞ്ഞുള്ളത്. ഇറ്റ് ഈസ് സ്യൂട്ടഡ് ടു സ്മോൾ ഓർഗനൈസേഷൻ. റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ ചെറിയ സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമാണ്.
അത് കറക്റ്റാണ്. ദെൻ വോളിയം ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഈസ് വെരി ലോ. അപ്പോൾ അതിൽ ചെയ്യാവുന്ന അക്കൗണ്ടിങ് വർക്കുകളുടെ ഒരു അളവ് അത് വളരെ കുറവാണ്. ദെൻ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ഈസ് ഹൈ. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ ചിലവ് കൂടുതലാണ്. ഈ ഒരു പോയിന്റ് ഇതിൽ തെറ്റാണ്. ദെൻ നമ്പർ ഓഫ് യൂസേഴ്സ് ഈസ് ലിമിറ്റഡ്. അത് കറക്റ്റാണ്. റെഡി ടു യൂസ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൻ്റെ അത് ഉപയോഗിക്കാവുന്ന ആളുകളുടെ എണ്ണം ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഫീച്ചർ അല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അത് കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ ഈസ് ഹൈ എന്നുള്ളതാണ്. ഓക്കെ, ഗിവ് എനി 2 ലിമിറ്റേഷൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് 2 എഴുതാനാണ്. അപ്പോൾ ലിമിറ്റേഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് കോസ്റ്റ് ഓഫ് ട്രെയിനിങ്. എംപ്ലോയീസിന് ഇതിനു വേണ്ടി ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. സ്റ്റാഫ് ഒപ്പോസിഷൻ, എംപ്ലോയീസിൽ നിന്നുള്ള എതിർപ്പുണ്ടാവാം. ഡിസ്റപ്ഷൻ, സിസ്റ്റം ഫെയിലിയർ, ബ്രീച്ചസ് ഓഫ് സെക്യൂരിറ്റി അഥവാ വൈറസ്, ഹാക്കിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾക്കുള്ള സാധ്യത, ഇൽ എഫക്റ്റ് ഓൺ ഹെൽത്ത്, ഇൻഎബിലിറ്റി ടു ചെക്ക് അൺആൻറ്റിസിപ്പേറ്റഡ് എറേഴ്സ്. റൈറ്റ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ഇനിയും ചോദിക്കുന്നുണ്ട് പല വർഷങ്ങളിലും. ഓക്കെ, ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഹാസ് മെനി അഡ്വാൻറ്റേജസ് ഓവർ മാനുവൽ അക്കൗണ്ടിങ്. മാനുവൽ അക്കൗണ്ടിങ്ങിനെ അപേക്ഷിച്ച് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജസ് ആൾറെഡി ഡിസ്കസ് ചെയ്തു. ദെൻ റൈറ്റ് എനി 1 കണ്ടീഷൻ ദാറ്റ് മസ്റ്റ് ഫുൾഫിൽ ബൈ ആൻ അക്കൗണ്ടിങ് റിപ്പോർട്ട്. ഒരു അക്കൗണ്ടിങ് റിപ്പോർട്ടിന് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി, റെലവൻസ് ആണ്, ടൈംലിനെസ്, അക്യൂറസി. ഇതൊക്കെയാണ് ഒരു അക്കൗണ്ടിങ് റിപ്പോർട്ടിന് ഉണ്ടായിരിക്കേണ്ട കണ്ടീഷൻസ്. ഓക്കെ, then the user oriented program designed and developed for performing certain specific tasks are called application software. ചില പ്രത്യേക ടാസ്കുകൾ തയ്യാറാക്കാൻ യൂസേഴ്സിനെ സഹായിക്കുന്ന തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ള സോഫ്റ്റ്വെയറുകളെ നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഇതൊക്കെ, അതുപോലെ മൈക്രോസോഫ്റ്റ് എക്സൽ, പവർ പോയിൻ്റ് പോലെയുള്ള സോഫ്റ്റ്വെയറുകളൊക്കെ നമുക്ക് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന കാറ്റഗറിയിലാണ് വരിക. ദെൻ ഗീവ് സ്യൂട്ടബിൾ നെയിംസ് ടു ദ ഫോളോയിങ്. സോഫ്റ്റ്വെയർ റെഡിലി അവൈലബിൾ ഇൻ ദ മാർക്കറ്റ്. അതാണ് റെഡി ടു യൂസ് സോഫ്റ്റ്വെയർ. ദെൻ സോഫ്റ്റ്വെയർ മെയ്ഡ് ആസ് പെർ ദ റിക്വയർമെൻറ്റ്സ് ഓഫ് ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് പ്രത്യേകമായി തയ്യാറാക്കി കൊടുക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയറുകൾ. ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഹാസ് സം അഡ്വാൻറ്റേജസ് ഓവർ മാനുവൽ അക്കൗണ്ടിങ്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിന് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ഒരു ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. ദെൻ അതുപോലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ്, ഇറ്റ് ഈസ് ആൾസോ എ റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കുക. ദെൻ Tara maintains her accounts manually. Mr. James uses computers for the preparation of accounts. State any 2 differences between these 2 systems. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും മാനുവൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞുള്ളത്. ഹോൾ അക്കൗണ്ടിങ് വർക്ക് ആർ ഡൺ മാനുവലി. മാനുവൽ അക്കൗണ്ടിങ്ങിൽ മുഴുവൻ അക്കൗണ്ടിങ് വർക്കുകളും മാനുവലായിട്ടാണ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലോ മിക്കവാറും എല്ലാ വർക്കുകളും കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നു. ദെൻ ആൾട്രേഷൻസ് ആൻഡ് അഡീഷൻസ് ആർ നോട്ട് ഈസി. മാനുവൽ അക്കൗണ്ടിങ്ങിൽ കൂട്ടിച്ചേർക്കലുകൾ, എന്തെങ്കിലും മിസ്റ്റേക്കുകൾ തിരുത്തൽ അല്ലെങ്കിൽ മാറ്റം വരുത്തൽ എല്ലാം വളരെ ബുദ്ധിമുട്ടാണ്, ഈസി അല്ല. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലാണെങ്കിൽ നമുക്ക് തെറ്റുകൾ തിരുത്താനൊക്കെ വളരെ എളുപ്പമാണ്, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനൊക്കെ എളുപ്പമാണ്. മാനുവൽ അക്കൗണ്ടിങ് ടൈം കൺസ്യൂമിംഗ് ആണ്, കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സ്പീഡാണ്. ദെൻ മാനുവൽ അക്കൗണ്ടിങ്ങിൽ പീരിയോഡിക് അവൈലബിലിറ്റി ഓഫ് റിസൾട്ട്സ് ആർ വെരി ഡിഫിക്കൽട്ട്. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലാണെങ്കിലോ പീരിയോഡിക് റിസൾട്ട്സ് ആർ അസർട്ടൈൻ അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. 1-2 മൗസ് ക്ലിക്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ആവശ്യമായ റിപ്പോർട്ടുകൾ അവൈലബിൾ ആയിരിക്കും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൽ. ദെൻ കോഡിംഗ് ഈസ് നോട്ട് നെസസറി. മാനുവൽ അക്കൗണ്ടിങ്ങിൽ കോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലോ മോസ്റ്റ് ഓഫ് ദ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ആർ യൂസിങ് കോഡ്സ്. മിക്കവാറും എല്ലാ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിലും അക്കൗണ്ട് കോഡുകൾ, ഓരോ അക്കൗണ്ടിനും ഓരോ ട്രാൻസാക്ഷനും ഒക്കെ കോഡുകൾ അസൈൻ ചെയ്യുന്നുണ്ട്. ദെൻ എ സീരീസ് ഓഫ് ഓപ്പറേഷൻസ് ഇൻ സർട്ടൻ സ്പെസിഫിക് ഓർഡർ ടു അച്ചീവ് എ ഡിസൈർഡ് റിസൾട്ട് ഇൻ ഡാറ്റ പ്രോസസ്സിംഗ് ഈസ് ടേംഡ് ആസ് പ്രൊസീജിയർ. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള
ആ ഒരു സീരീസ് ഓഫ് ഓപ്പറേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, ഒരു പ്രത്യേക റിസൾട്ട് കിട്ടാൻ എന്നുള്ളതിന് ഡാറ്റ പ്രോസസ്സിങ്ങിൽ പറയുന്ന പേരാണ് പ്രൊസീജിയർ. ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ അതിനൊരു പ്രൊസീജിയർ ഉണ്ടാവുമല്ലോ. ഓക്കെ, ദെൻ റൈറ്റ് എ സ്യൂട്ടബിൾ എൻട്രി ഫോർ ദ ആട്രിബ്യൂട്ട്സ് ഗിവൺ ബിലോ. ഈ താഴെ പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് കോഡ്, അക്കൗണ്ട് നെയിം, ഈ രണ്ട് കാര്യങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻറ്റിറ്റി ഏതാണ്? അപ്പോൾ നമുക്ക് എൻറ്റിറ്റി ആട്രിബ്യൂട്ട് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം വരുന്നുണ്ട്. എൻറ്റിറ്റി എന്താണ്, ആട്രിബ്യൂട്ട് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. എൻറ്റിറ്റിക്ക് എക്സാമ്പിൾ നമ്മൾ പറയാം, ഒരു എംപ്ലോയി ഒരു എൻറ്റിറ്റിയാണ്, അതുപോലെ ഒരു അക്കൗണ്ട് ഒരു എൻറ്റിറ്റിയാണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ നമ്മൾ എംപ്ലോയിയുടെ കാര്യം പറഞ്ഞു. എംപ്ലോയിയുടെ ആട്രിബ്യൂട്ട്സ് ആണ് എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി സാലറി, എംപ്ലോയി അഡ്രസ്, എംപ്ലോയി ബ്ലഡ് ഗ്രൂപ്പ്, എംപ്ലോയി ഫോൺ നമ്പർ. ഇതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ എംപ്ലോയി എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി, എംപ്ലോയിയുടെ വിശേഷണങ്ങൾ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ട്സ്. ആ എൻറ്റിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള മറ്റു കുറേ വിവരങ്ങൾ നമ്മൾ ആട്രിബ്യൂട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അക്കൗണ്ട് കോഡ്, അക്കൗണ്ട് നെയിം എന്ന് പറയുന്ന രണ്ട് ആട്രിബ്യൂട്ട്സിൽ എൻറ്റിറ്റി ഏതാണ്? എൻറ്റിറ്റിയുടെ പേര് അക്കൗണ്ട്. ദെൻ ആൾസോ ഐഡൻറ്റിഫൈ ദ കീ ആട്രിബ്യൂട്ട് ടു ദാറ്റ് എൻറ്റിറ്റി. അതിൽ കീ ആട്രിബ്യൂട്ട് ഏതാണ്? പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ആ അക്കൗണ്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഒരു യുണീക്ക് ഒരു സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റിയാണ്. സ്റ്റുഡൻ്റ് അഡ്മിഷൻ നമ്പർ, സ്റ്റുഡൻറ്റ് ക്ലാസ്, സ്റ്റുഡൻറ്റ് അഡ്രസ്, സ്റ്റുഡൻറ്റ് ഫോൺ നമ്പർ, സ്റ്റുഡൻറ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റുഡൻറ്റ് സെക്കൻഡ് ലാംഗ്വേജ്, ഇതൊക്കെ ആ സ്റ്റുഡൻറ്റ് എന്ന എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ടാണ്. അപ്പോൾ അതിൽ കീ ആട്രിബ്യൂട്ട് ഏതായിരിക്കും? ആ എൻറ്റിറ്റിയെ തിരിച്ചറിയാൻ ബേസിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് അഡ്മിഷൻ നമ്പർ. ഓക്കെ, ദെൻ ഒബ്സർവ് ദ ടേബിൾ, എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, റെക്കോർഡ്. ഈ റെക്കോർഡ് നോക്കുക, 201. ഇവിടെ ഒരു പേരാണ് ഹാൽ, ദെൻ മെയിൽ, ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എൻറ്റിറ്റി ഏതായിരിക്കും? എംപ്ലോയി ആണ് എൻറ്റിറ്റി. ദെൻ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയായിരിക്കും? ഇത് എംപ്ലോയി കോഡ്, ഇത് എംപ്ലോയി നെയിം, ഇവിടെ എംപ്ലോയി സെക്സ്, ഇവിടെ എംപ്ലോയി ഡേറ്റ് ഓഫ് ബർത്ത്. ഇതാണ് ആട്രിബ്യൂട്ട്സ്. ആ ആട്രിബ്യൂട്ടിൽ വരുന്ന റെക്കോർഡ്സാണ് ഇത്. ഇപ്പോൾ എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, റെക്കോർഡ്. ഓക്കെ, then consider the following table and answer the question below. Student admission number, student name, student sex, student class. ഈ ടേബിളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നെയിം ഓഫ് എൻറ്റിറ്റി, ഈ ടേബിളിൽ എൻറ്റിറ്റി നെയിം എന്താണ്? ഇവിടെ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആണ്. ദെൻ പ്രൈമറി കീ ഏതാണ്? സ്റ്റുഡൻ്റ് അഡ്മിഷൻ നമ്പറാണ്. ദെൻ generate a meaningful record by writing an example in the above boxes with the question mark. ഈ ക്വസ്റ്റ്യൻ മാർക്കുള്ളിടത്തൊക്കെ ആവശ്യമായ നമ്മളൊരു മീനിങ് ഫുൾ റെക്കോർഡ് ഉണ്ടാവുക, നമുക്ക് ഇഷ്ടമുള്ള ഡീറ്റെയിൽസ് എഴുതി വെക്കുക. അഡ്മിഷൻ നമ്പർ ഫോർ എക്സാമ്പിൾ 123. സ്റ്റുഡൻറ്റ് നെയിം, നമുക്ക് ഇഷ്ടമുള്ളൊരു നെയിം എഴുതാം. ദെൻ സ്റ്റുഡൻറ്റ് സെക്സ്, ഫീമെയിലോ മെയിലോ എന്നുള്ളത് എഴുതാം. സ്റ്റുഡൻറ്റ് ക്ലാസ്. ഓക്കെ, ഈ രീതിയിലാണ് ഇതിനെ ആൻസർ ചെയ്യുന്നത്. ദെൻ കൺസിഡർ ദ ഫോളോയിങ് ഫീൽഡ്സ് ഓഫ് MS Access. MS Access എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ MS Access അല്ല, ഇപ്പോൾ ലിബർ ഓഫീസ് ബേസ് ആണ്. എന്തായാലും രണ്ടും ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. വൗച്ചർ, വൗച്ചർ നമ്പർ, വൗച്ചർ നെയിം. ഹിയർ വൗച്ചർ സ്റ്റാൻഡ് ഫോർ എന്താണ്? എൻറ്റിറ്റിയാണ്. വൗച്ചർ നെയിം ഈസ് ടേംഡ് ആസ് ആട്രിബ്യൂട്ട്. എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്. അപ്പോൾ എൻറ്റിറ്റി, ആട്രിബ്യൂട്ട് എന്നുള്ള ആ സെക്ഷൻ കൃത്യമായി പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദെൻ DBMS സ്റ്റാൻഡ് ഫോർ. DBMS എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ദെൻ റൈറ്റ് ദ നെയിം ഓഫ് എനി 2 attributes ഓഫ് ദ എൻറ്റിറ്റി എംപ്ലോയി ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു എംപ്ലോയി എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ഏതെങ്കിലും 2 ആട്രിബ്യൂട്ട് എഴുതാനാണ്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി ഏജ്, അങ്ങനെ എംപ്ലോയിയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഡാറ്റ നമ്മൾ അവിടെ ശേഖരിക്കുമോ അതൊക്കെ എംപ്ലോയി എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ആട്രിബ്യൂട്ട്സ് ആണ്. ദെൻ റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കീ ആട്രിബ്യൂട്ട് വിത്ത് ആൻ എക്സാമ്പിൾ. കീ ആട്രിബ്യൂട്ട്
നമ്മൾ പ്രൈമറി കീ എന്ന് പറയും. കീ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട് വിച്ച് കണ്ടെയ്ൻസ് യുണീക്ക് വാല്യൂ ഫോർ ഐഡൻറ്റിഫൈയിങ് ദ എൻറ്റിറ്റി ഈസ് കോൾഡ് കീ ആട്രിബ്യൂട്ട്. ഒരു എൻറ്റിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള യുണീക്ക് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അഡ്മിഷൻ നമ്പർ, എംപ്ലോയി ആണെങ്കിൽ എംപ്ലോയി ID, ഒരു അക്കൗണ്ട് ആണെങ്കിൽ അക്കൗണ്ട് കോഡ്. അപ്പോൾ അതൊരു യുണീക്കാണ്. ഒരു കുട്ടിക്കൊരു അഡ്മിഷൻ നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റൊരു അഡ്മിഷൻ നമ്പറിൽ ആ കുട്ടിയുടെ പേര് കാണൂല. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ എൻറ്റിറ്റി ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നുള്ളതിൽ എൻറ്റിറ്റി ഏതാണ്? എംപ്ലോയി, എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി ഏജ്. എംപ്ലോയി ആണ് എൻറ്റിറ്റി, ബാക്കി 3 ആട്രിബ്യൂട്ട്സ് ആണ്. Then different entities are related to simplify the data storage is termed as relationship. വ്യത്യസ്ത എൻറ്റിറ്റികളെ നമ്മൾ കണക്ട് ചെയ്യും ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ. അതിന് എന്ത് പറയുന്നതാണ് ചോദ്യം? അതിന് റിലേഷൻഷിപ്പ് എന്നാണ് പറയുക. ഇൻ എവരി ടേബിൾ there will be a field containing unique value used for identification. Find its name. ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഡാറ്റ സ്റ്റോർ ചെയ്യാനുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ നമ്മളൊരു യുണീക്ക് വാല്യൂ അപ്ലൈ ചെയ്യും. നമ്മൾ നേരത്തെ കണ്ടല്ലോ കീ ആട്രിബ്യൂട്ട്. അതുപോലെ നമ്മൾ ടേബിളിൽ അതിനെ സെറ്റ് ചെയ്യുന്നത് പ്രൈമറി കീ എന്നാണ്. അപ്പോൾ കീ ആട്രിബ്യൂട്ടും പ്രൈമറി കീയും അത് രണ്ടും ഒരേ സംഭവം തന്നെയാണ്, അത് മനസ്സിലാക്കി വെക്കുക. Then write any 4 attributes of the entity student in an ER design. Student എന്ന് പറയുന്ന എൻറ്റിറ്റിയുടെ ഏതെങ്കിലും 4 ആട്രിബ്യൂട്ട് എഴുതാനാണ്. അഡ്മിഷൻ നമ്പർ, സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റുഡൻറ്റ് ഏജ്, എറ്റ്സെട്ര. Then fill in the blanks with a suitable data type on the basis of hint given below. നമ്മളൊരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുമ്പോൾ ഓരോ ഡാറ്റയ്ക്കും ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എംപ്ലോയി നെയിം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റാണ് ഡാറ്റ ടൈപ്പ്. എംപ്ലോയി സാലറി എന്ന് പറഞ്ഞാൽ അതൊരു നമ്പറാണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്. അല്ലെങ്കിൽ സാലറി ആയതുകൊണ്ട് റുപ്പീസിൽ പറയുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് കറൻസി എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പും അവിടെ ഉപയോഗിക്കാവുന്നതാണ്. ദെൻ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 3 കമ്പോണൻസ് ഓഫ് DBMS. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഏതെങ്കിലും 3 കമ്പോണൻസ് പറയാനാണ് പറഞ്ഞുള്ളത്. ഏത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിനും 4 കമ്പോണൻസ് ആണുള്ളത്. 1 ടേബിള്, 2 ക്വറീസ്, 3 ഫോംസ്, 4 റിപ്പോർട്ട്. ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ഇൻ എ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. ഒരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേബിൾ എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഉപയോഗിക്കുന്നത്. ദെൻ ക്വറീസ് എന്ന് പറഞ്ഞാൽ query may be defined as a set of instructions to retrieve certain information from the database. query എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡാറ്റാബേസിൽ നിന്ന് ചില വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, ഇൻഫോർമേഷൻ ആവശ്യമുണ്ടെങ്കിൽ അത് റിട്രീവ് ചെയ്യാൻ, അത് അതിൽ നിന്ന് തിരഞ്ഞെടുക്കാനുള്ള ഇൻസ്ട്രക്ഷനെയാണ് query എന്ന് പറയുന്നത്. ദെൻ ഫോംസ് എന്ന് പറഞ്ഞാൽ ദിസ് ഒബ്ജക്റ്റ് ക്ലാസ് അലോസ് ദ യൂസർ ടു ഇൻട്രാക്ട് ദ ബാക്ക് എൻഡ് ഡാറ്റാബേസ്. Forms are screens that allow viewing, adding, updating the data stored in the tables. അതായത് ഫോംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റാബേസുമായിട്ട്, ഇപ്പോൾ ഒരു സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ ഡാറ്റ മുഴുവൻ നമ്മളൊരു ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്തു. ആ ടേബിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആഡ് ചെയ്തത്. നമുക്ക് അതിൽ നിന്ന് സയൻസ് ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ അല്ലെങ്കിൽ കൊമേഴ്സ് ക്ലാസ്സിലെ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കാൻ നമുക്ക് query-ആണ്. ദെൻ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അതിലേക്ക് ആഡ് ചെയ്യാനും അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഫോംസ് എന്ന് പറയുന്ന ഈ DBMSൻ്റെ ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ കമ്പോണൻ്റാണ്. ദെൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് query ഉപയോഗിച്ചോ ഫോംസ് ഉപയോഗിച്ചോ എടുക്കുന്ന വിവരങ്ങളുടെ പ്രിൻ്റ് എടുക്കാനുള്ള ഒബ്ജക്റ്റാണ് അല്ലെങ്കിൽ കമ്പോണൻ്റാണ് റിപ്പോർട്ട്. അപ്പോൾ നമ്മളിതിൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയറിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്പോണൻസ് ആണ്, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഇൻ DBMS, ഒബ്ജക്ട്സ് ഇൻ LibreOffice ബേസ്, അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ഇൻ MS ആക്സസ് എന്നൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ ടേബിൾ, queries, ഫോംസ് ആൻഡ് റിപ്പോർട്ട്സ്, ഈ 4 ഐറ്റം നിർബന്ധമായും കാണാതെ പഠിച്ചിരിക്കുക, എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇറ്റ് ഈസ് ദ കമ്പോണൻസ് ഓഫ് DBMS
അല്ലെങ്കിൽ ഒബ്ജക്ട്സ് അവൈലബിൾ ഇൻ DBMS. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്യൂട്ടബിൾ ഡാറ്റ ടൈപ്പ് ഫോർ ദ ഫോളോയിങ് ഫീൽഡ്സ് ഇൻ ദ ടേബിൾ എംപ്ലോയി. ഇവിടെ ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസിൻ്റെ ഡാറ്റാബേസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ആ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ എംപ്ലോയി നമ്പർ, ഇതിൻ്റെ ഡാറ്റ ടൈപ്പ് ഏതാണ്? നമ്പർ എന്ന് കൊടുക്കാം. നമ്പറാണ് ഡാറ്റ ടൈപ്പ്. ഈ ഡാറ്റയുടെ സ്വഭാവം നമ്പറാണ്. ഇനി ഇതിന് ടെക്സ്റ്റ് കൊടുത്താലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഈ എംപ്ലോയി നമ്പർ എന്നുള്ളത് ഒരു കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്പർ മാത്രമേ കൊടുക്കാവുള്ളൂ. ടെക്സ്റ്റ് എഴുതിയാലും ഇവിടെ ഓക്കെയാണ്. ദെൻ എംപ്ലോയി നെയിം ടെക്സ്റ്റാണ്. എംപ്ലോയി ഡെസിഗ്നേഷൻ ടെക്സ്റ്റാണ്. എംപ്ലോയി ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് ഡേറ്റ് ആൻഡ് ടൈമാണ്. അപ്പോൾ ഡാറ്റ ടൈപ്പ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ റൈറ്റ് എനി 2 ഡാറ്റ ടൈപ്സ് ഇൻ MS Access. ടെക്സ്റ്റ്, നമ്പർ, മെമ്മോ, ഡേറ്റ് ആൻഡ് ടൈം, ഓട്ടോ നമ്പർ, കറൻസി, yes or no. ഇതൊക്കെയാണ് ഡാറ്റ ടൈപ്സ് അവൈലബിൾ ഇൻ LibreOffice Base or MS Access. Then a company has supplied certain information required for creating a table under MS Access. MS Access എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് പകരം LibreOffice Base ആണ്. അക്കൗണ്ട് കോഡ് ഡാറ്റ ടൈപ്പ് ഏതാണ്? നമ്പർ കൊടുക്കാം. അക്കൗണ്ട് കോഡ് ഡാറ്റ ടൈപ്പ് നമ്പർ. അക്കൗണ്ട് നെയിം ഡാറ്റ ടൈപ്പ് ടെക്സ്റ്റാണ്. ഡെബിറ്റ് ഓർ ക്രെഡിറ്റ്, ഇതിന് ഡാറ്റ ടൈപ്പ് yes or no ആണ്. ഇവിടെ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ള ഒരു ചോദ്യമായിരിക്കും. അവിടെ ഒന്നുകിൽ yes അല്ലെങ്കിൽ no ആണ്. അപ്പോൾ yes or no ആണ് ഇതിൻ്റെ ഡാറ്റ ടൈപ്പ്. ദെൻ എമൗണ്ട് കറൻസിയാണ്. നരേഷൻ, മെമ്മോ. നരേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് അധികം വാക്കുകൾ ഉണ്ടായിരിക്കും. ടെക്സ്റ്റും മെമ്മോയും തമ്മിലുള്ള വ്യത്യാസം, ടെക്സ്റ്റിന് നമ്പർ ഓഫ് വേർഡ്സിനൊക്കെ ലിമിറ്റ് ഉണ്ടാവും. വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രം പറയുന്നതാണെങ്കിൽ ടെക്സ്റ്റാണ് ഡാറ്റ ടൈപ്പ്. കുറച്ചധികം കാര്യങ്ങൾ എഴുതാനുണ്ടെങ്കിൽ മെമ്മോ ആണ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ നരേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചധികം എഴുതാനുണ്ടല്ലോ, അതുകൊണ്ട് മെമ്മോ ആണ് ഡാറ്റ ടൈപ്പ്. അപ്പോൾ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് പരിചയപ്പെടുന്നത്. ഏകദേശം ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ച ഏരിയ പ്രത്യേകമായിട്ട് പഠിക്കുക. നന്നായി പരീക്ഷ എഴുതുക. ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.